ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആരോഗ്യരക്ഷാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ഹരിയാനയിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഝാർഖണ്ഡ് സന്ദർശിക്കും. 83,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം കണ്ണൂരിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ചരിത്ര നേട്ടം ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആരോഗ്യരക്ഷാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടർച്ചയായ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഡോക്ടർ രാം മനോഹർ ലോഹ്യ ആശുപത്രിയുടെ അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 10ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഡോക്ടർമാരോട് മോശമായി പെരുമാറിയ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഡോക്ടർമാരോടും ആശുപത്രി ജീവനക്കാരോടും മോശമായി പെരുമാറരുതെന്നും രാഷ്ട്രപതി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. कई बार आवेश में आकर मरीजों के परिवारजन हेल्थ केयर प्रोफेशनल्स के साथ दुर्व्यवहार कर देते हैं. ये गलत है, सर्वथा निंदनीय है. सभी को ये बात समझनी चाहिए कि डॉक्टर मरीज की जान बचाने के लिए सारे उपाय करते हैं, लेकिन फिर भी यदि कोई अप्रिय घटना हो जाती है, इसके लिए डॉक्टर या अस्पताल के कर्मचारियों के साथ दुर्व्यवहार नहीं करना चाहिए. कोई भी डॉक्टर अपने मरीज का अहित नहीं चाहते. രാജ്യത്ത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചതായും MBBS PG സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായതായും രാഷ്ട്രപതി ദ്രൌപദി മുർമു കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ചടങ്ങിൽ സംബന്ധിച്ചു. ജമ്മുകശ്മീരിൽ നാളെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സുഗമവും സമാധാനപരവുമായ പോളിംഗിനായി ജമ്മുകശ്മീരിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ച ജമ്മുകശ്മീരിൽ 3ാം ഘട്ടത്തിൽ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ആദ്യ 2 ഘട്ട വോട്ടെടുപ്പുകൾ സമാധാനപരമായിരുന്നു. വോട്ടെണ്ണൽ അടുത്ത മാസം 8 നടക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാളെ ഫരീദാബാദിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ഹരിയാനയിൽ വിജയ് സങ്കൽപ് യാത്ര നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുരുക്ഷേത്രയിലെ താനേസറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഹരിയാനയിലെ ഭിവാനിയിൽ നടന്ന പൊതുയോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസാരിച്ചു. 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. 8-നാണ് വോട്ടെണ്ണൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഝാർഖണ്ഡ് സന്ദർശിക്കും. ഹസാരിബാഗിൽ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം 83,000 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തുടനീളമുള്ള ഗോത്രവർഗ സമൂഹങ്ങളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി 79,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ധർത്തി ആബ ജൻജാതീയ ഗ്രാം ഉത്കർഷ് അഭിയാന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാജ്യത്തെ 549 ജില്ലകളിലും 2,740 ബ്ലോക്കുകളിലുമായി 63,000 ഗ്രാമങ്ങളിലെ 5 കോടിയിലധികം ഗോത്രവർഗ വിഭാഗക്കാർ അഭിയാന്റെ ഗുണഭോക്താക്കളാകും. 40 ഏകലവ്യ സ്കൂളുകളുടെ ഉദ്ഘാടനവും 2,800 കോടി രൂപ ചെലവ് വരുന്ന 25 ഏകലവ്യ സ്കൂളുകളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാന് കീഴിൽ 1,360 കോടി രൂപയിലധികം വരുന്ന 1-ലധികം പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. റോഡ്, അംഗൻവാടികൾ, വിവിധോദ്ദേശ കേന്ദ്രങ്ങൾ, സ്കൂൾ ഹോസ്റ്റലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതികൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നാളെ US വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കനുമായി കൂടിക്കാഴ്ച നടത്തും. വാഷിംഗ്ടൺ DC-യിൽ നാളെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഉൾപ്പെടെ വിവിധ ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും.
ഇന്ത്യൻ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റു. 2023 ഫെബ്രുവരി മുതൽ അദ്ദേഹം വ്യോമസേന ഉപമേധാവിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 1984 ഡിസംബറിൽ ഇന്ത്യൻ വ്യോമസേനയിൽ കമ്മീഷൻഡ് ഓഫീസറായി ചേർന്ന അദ്ദേഹം 40 വർഷത്തോളം നീണ്ടുനിന്ന സേവനത്തിനിടയിൽ വ്യോമസേനയുടെ വിവിധ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥാനമൊഴിഞ്ഞ എയർ ചീഫ് മാർഷൽ VR ചൌധരിയുടെ പിൻഗാമിയായാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് ചുമതലയേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. 2023 ബാച്ചിലെ IPS പ്രൊബേഷണർമാരുടെ സംഘം രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. വിവിധ അഖിലേന്ത്യാ സേവനങ്ങളിൽ ഇന്ത്യൻ പോലീസ് സർവീസിന് നിർണായക പ്രാധാന്യമുണ്ടെന്ന് പ്രൊബേഷണർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ക്രമസമാധാനം ഭരണത്തിന്റെ അടിസ്ഥാന ശില മാത്രമല്ല, ആധുനിക ഭരണകൂടത്തിന്റെ അടിത്തറയാണെന്ന് രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. യുക്രൈനിലെ കീവിലേക്ക് നിരവധി ഡ്രോണുകൾ വിക്ഷേപിച്ചു റഷ്യ വിക്ഷേപിച്ച 73 ഡ്രോണുകളിൽ 67 എണ്ണവും 3 മിസൈലുകളിൽ 1 എണ്ണവും വെടിവെച്ചിട്ടതായി യുക്രൈൻ സേന അറിയിച്ചു. സംഭവത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഘർഷം 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനിൽ മോസ്കോ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ കല്യാശ്ശേരിയിൽ നിർവഹിക്കും. പുതിയ പ്ലാന്റിൽ നിന്ന് ലോക നിലവാരത്തിലുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബഹിരാകാശ ദൌത്യങ്ങൾക്കും ഉൾപ്പെടെ വിതരണം ചെയ്യാൻ സാധിക്കും. ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീം എന്ന റെക്കോർഡ് നേട്ടമാണ് ഇന്ത്യയ്ക്ക് സ്വന്തമായത്. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 233 റണ്ണിന് മറുപടിയായി 10.1 ഓവറിൽ 100 റൺ നേടിയാണ് ഇന്ത്യൻ ടീം ചരിത്രത്തിന്റെ ഭാഗമായത്. ഇന്ന് കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 26 റൺ നേടിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 285 റൺ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗോടെ ഇന്ന് രാവിലെയാണ് 4ാം ദിനം കളി പുനരാരംഭിച്ചത്. ISL ഫുട്ബോളിൽ നാളെ ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിൽ അവസാനിച്ചു. കേരളത്തിന് 177 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ഉത്തരവിട്ടു. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ ബാർ 1, 2 നിലയങ്ങളിൽ നിന്നാണ് യഥാക്രമം 80 മെഗാവാട്ട് 97 മെഗാവാട്ട് വീതം വൈദ്യുതി ലഭ്യമാക്കുക. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ 300 മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളം ആവശ്യപ്പെട്ടത്. നാളെ മുതൽ 2025 മാർച്ച് 31 വരെയാണ് വൈദ്യുതി ലഭ്യമാവുക. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ നടൻ മിഥുൻ ചക്രവർത്തിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് സമാനതകളില്ലാത്ത സംഭാവന നൽകിയ വ്യക്തിത്വമാണ് ശ്രീ മിഥുൻ ചക്രവർത്തിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ കൊണ്ട് തലമുറകളുടെ പ്രശംസ നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭം കൂടുതൽ ശക്തിപ്പെടുത്താൻ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ 2024 കൊണ്ടുവരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. വ്യാപാരം സുഗമമായി നടത്തുന്നതിന് രാജ്യത്തുടനീളം തടസ്സമില്ലാത്ത ബിസിനസ് നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കാൻ BRAP സഹായിക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയെ ആഗോള നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് BRAP സഹായിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. 2014-15 ആരംഭിച്ച BRAP രാജ്യത്തിന്റെ ബിസിനസ് പരിസ്ഥിതി പുനർനിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള 11,000 സക്ഷം അംഗൻവാടികൾ ജാർഖണ്ഡ് ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാറും കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയും ഇന്ന് റാഞ്ചിയിൽ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പോഷൺ ഭി പഠായി ഭി എന്ന വിളർച്ച ബോധവൽക്കരണ പരിപാടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് പോഷൺ മായുടെ ലക്ഷ്യമെന്ന് റാഞ്ചിയിൽ നടന്ന ദേശീയ പോഷൺ മായുടെ 7ാം പതിപ്പിന്റെ സമാപന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു. ഈ പ്രസ്ഥാനത്തിന് കീഴിൽ 11 കോടിയിലധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായി അവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആരോഗ്യരക്ഷാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ഹരിയാനയിൽ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഝാർഖണ്ഡ് സന്ദർശിക്കും. 83,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം കണ്ണൂരിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 100 റൺ നേടുന്ന ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ചരിത്ര നേട്ടം ബംഗ്ലാദേശിനെതിരായ കാൺപൂർ ടെസ്റ്റിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.